എന്തിനാ മരിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത്? സഹോദരന്മാരെ, ലോകത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യന്റെ മനസ്സിന് സമാധാനം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരുത്തനെ കൊണ്ട് സാധ്യമല്ല. ഒരു വ്യക്തിക്കും ഒരു വസ്തുവിനും മനുഷ്യന്റെ മനസ്സിലെ ഭാരം നീക്കാൻ സാധ്യമല്ല. ചിന്തിക്കുക, മനസ്സ് നിറയെ ഭാരമുള്ള ഒരു വ്യക്തിയെ ഒരു 10,000 രൂപ വിലയുള്ള ഒരു കാഞ്ചീപുരം സാരി ഉടിപ്പിച്ചാൽ അവിടെ മനസ്സിലെ ഭാരം മാറുമോ? കൈയുടെ ഉയരം മുതൽ കൈപ്പത്തി വരെ ഒരു 75 സ്വർണ്ണവള ഇടിയിപ്പിച്ചാൽ അവിടെ മനസ്സിലെ ഭാരം മാറുമോ? അല്ല, മനസ്സിലെ ഭാരമുള്ള ഒരു പുരുഷനെ എയർപ്ലെയിനെ കയറ്റി ഗൾഫ് രാജ്യങ്ങളും യൂറോപ്പും മൊത്തം ഒന്ന് കറക്കിയാൽ അവന്റെ മനസ്സിലെ ഭാരം മാറുമോ? 50 ലക്ഷം രൂപയുടെ ചിപ്സിട്ട സിൽക്ക് മെത്ത കൊണ്ട കടത്തിയാൽ അവന്റെ മനസ്സിലെ ഭാരം മാറുമോ? പണത്തിനോ പ്രതാപത്തിനോ പേരിനോ പെരുമയ്ക്കോ കള്ളിനോ കഞ്ചാവിനോ ലഹരിക്കോ ജടികതയ്ക്കോ കള്ളിനോ ലഹരിക്കോ ലൈംഗികതയ്ക്കോ ഒന്നിനും മനുഷ്യന്റെ മനസ്സിലെ ഭാരം മാറ്റാൻ സാധ്യമല്ല. ഒരിക്കലും സാധ്യമല്ല. പ്രത്യേകിച്ച് പണത്തിന് ഒരിക്കലും സാധ്യമല്ല. അതിന് നല്ല ഒന്നാം ഉദാഹരണം ഞാൻ പറയാം. പത്രത്തിൽ നിങ്ങൾ വായിച്ചിരുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മുറിയിലെ അലമാരയിലെ ഫയലിനകത്ത് ഈ ദീപികപത്രം ഇരിപ്പുണ്ട് ഇപ്പോഴും. കുറെ നാളുകൾക്ക് മുമ്പ് ദീപികപത്രത്തിനകത്ത് 2ാമത്തെ പേജില് മുഴുത്ത തലക്കെട്ടില് ഒരു വാർത്ത വന്നു. ഞാൻ ഒരിടത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെറുതെ പത്രം ഒന്ന് ഓടിച്ചു നോക്കിയപ്പം ദീപികയുടെ 2ാമത്തെ പേജ് മറിച്ചപ്പോ കണ്ടതാണ്, ഇട്ടുമൂടാൻ മാത്രം പണമുണ്ടെങ്കിലും. അതാണ് തലക്കെട്ട്, മുഴുത്ത അക്ഷരത്തില് ഇട്ടുമൂടാൻ മാത്രം പണമുണ്ടെങ്കിലും. ചേട്ടാ, അതൊന്ന് വായിച്ചു കളയാം, എന്തേലും വാർത്ത അത് വായിച്ചു കളയാന്ന് വിചാരിച്ചു. പാൻസും കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഒരു മധ്യവയസ്കൻ കാലും വെച്ച് അയാളുടെ വീടിന്റെ മുന്നിലിരിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട് അതിനകത്ത്. മരീനോ ചിയാവെല്ലി, ആഫ്രിക്കക്കാരനാണ്. 51 വയസ്സ് പ്രായമുണ്ട്. ഇന്ന് അയാൾക്ക് 51 വയസ്സ് പ്രായമുണ്ട്. ഈ ആള് ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ആഫ്രിക്കയിൽ കടന്നു ഒരു മനുഷ്യനാണ്. വെറും ലോറിയെന്ന് ചരക്ക് കയറ്റിക്കൊടുത്ത് കഷ്ടിച്ച് അന്നേരത്തിനുള്ളത് മാത്രം വാങ്ങിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തൊഴിലാളിയായി ഈ മരീനോ ചിയാവെല്ലി. അയാൾ തന്നെയാണ് ചരിത്രം പറയുന്നത്. അയാളുടെ സംഭവം അയാൾ പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗൾഫ് രാജ്യത്തിൽ എവിടെയോ ഉള്ള ഒരു അറബിയുടെ ഒരു മകനെ നഷ്ടപ്പെട്ട് ഇയാളെ ആഫ്രിക്ക വെച്ച് കണ്ടുമുട്ടുകയാണ്. എങ്ങനെയോ ആരോ അടിച്ചുകൊണ്ട് പോയതാ. ഏതായിരുന്നാലും കൊള്ളാം, ഈ മരീനോ ചിയാവെല്ലി ഈ മകനെ ഈ സ്വന്തം അപ്പന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു. ആ സന്തോഷത്തിന്റെ പേരിൽ ഈ ചിയാവെല്ലിക്ക് ഇയാളുടെ എണ്ണ കമ്പനിയിൽ അറബി ഒരു ജോലി കൊടുത്തു. അവിടെ അവരുടെ കഴിവ് അപാരമായിരുന്നു. അതുകൊണ്ട് ഏറെ താമസിക്കാതെ ഒട്ടും വൈകാതെ അവനെ കമ്പനിയുടെ മാനേജരാക്കി മാറ്റി. പുറം രാജ്യങ്ങളുമായി അവന് വലിയ ബന്ധങ്ങൾ അവൻ സ്ഥാപിച്ചു. മാനേജർ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ 4 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് അവൻ റിസൈൻ ചെയ്തു. എന്നിട്ട് സ്വന്തമായി ഒരു എണ്ണ കമ്പനി തുടങ്ങിയവൻ. എന്തിനാ അധികം പറയുന്നത്? അവൻ ഓരോ ദിവസം കഴിയുന്തോറും ശരിക്ക് നമ്മൾ വെടികെട്ടിന് എലിവാണം വിടുന്നത് പോലെ അവൻ സാമ്പത്തികമായിട്ട് അങ്ങോട്ട് ഉയർന്നു. ഇന്ന് അയാൾക്ക് 52 വയസ്സേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ടില്ല. ഈ ചിയാവെല്ലി ഇന്ന് ലോകത്തിലെ 5 കോടീശ്വരന്മാരിൽ ഒരുവനാണ്. അയാൾ തന്നെയാണ് ചരിത്രം മുഴുവൻ പറയുന്നത്. വിശദീകരിച്ച പത്രത്തിന്റെ 1/2 പേജ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അയാൾ 5 കോടീശ്വരന്മാരിൽ ഒരുവനായിട്ട് മാറി. അയാൾ പറയുകയായിരുന്നു, ഒരാഴ്ചയിൽ അയാൾക്ക് 500-ലധികം പ്രേമലേഖനങ്ങൾ പെൺകുട്ടികളിൽ നിന്ന് കിട്ടാറുണ്ട്. അയാൾ പറയുന്നത്, ഇവളുമാരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ പണത്തെ അവളുമാരെ സ്നേഹിക്കുന്നത് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു. മറ്റാരെയും കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അയാള് 50 കോടി രൂപ വീതം ചിലവഴിച്ച് 42 വീടുകള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പണിതിട്ടിട്ടുണ്ട്. 42 വീടുണ്ടായിരിക്കുന്നത്. ഒരു വീടിന് 50 കോടി രൂപ. എന്താ, സ്വന്തമായിട്ട് എയറോപ്ലെയിനുകളും കപ്പലുകളും എല്ലാം ഉണ്ട്. ഏത് രാജ്യത്ത് എന്നാലും എല്ലാ അത്യാധുനിക സൗകര്യത്തോടുകൂടി താമസിക്കാൻ വേണ്ടി അയാൾ പണിതിട്ടിരിക്കുന്നതാണ്. സർക്കാരിന്റെ അനുവാദം വാങ്ങിച്ച് ഗവൺമെന്റിന് വലിയ ഡ്യൂട്ടി കൊടുത്ത് പണിതിട്ടിരിക്കുകയാണ്. 50 കോടി രൂപ ഒരു കെട്ടിടത്തിന്. അങ്ങനെ 42 കെട്ടിടങ്ങളാണ് പണിതിട്ടിരിക്കുന്നത്. ഈ ചിയാവെല്ലിയുടെ ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു ദിവസത്തെ ഇന്നത്തെ മിച്ച വരുമാനം 3 കോടി രൂപയാണ്. എന്താ, 12,000 ജോലിക്കാരുണ്ട് അയാളുടെ കമ്പനിയിൽ മൊത്തം. ഇന്ന് 12,000 വർക്കേഴ്സ്. 3 കോടി രൂപയാണ് അയാളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ മിച്ച വരുമാനം. ഇതെല്ലാം അയാൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അയാൾ പറഞ്ഞേച്ച് അതിന്റെ അവസാനം അയാൾ ഒരു 3 വാചകം പറഞ്ഞു. ആ 3 വാചകമാണ് ആ പത്രം. ഞാൻ ധ്യാനിപ്പിച്ചിരുന്ന സ്ഥലത്തെ അച്ഛന്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് പോകാനും ആ പത്രം എന്റെ ഫയലിൽ ഞാൻ സൂക്ഷിക്കാൻ ഇടയായിരിക്കുന്നത്. അവസാനത്തെ അയാൾ പറഞ്ഞ 3 വാചകമാണ്. അയാൾ പറയുകയായിരുന്നു, ഞാൻ ഇന്ന് ലോകത്തിലെ 5 കോടീശ്വരന്മാരിൽ ഒരുവനാണ്. പണത്തിനകത്ത് ഞാൻ മുങ്ങിക്കിടക്കുകയാണ്. 3 കോടി രൂപ എനിക്ക് ഒരു ദിവസം മിച്ച വരുമാനം. എല്ലാം സത്യമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തതായ ഒരു സുഖവും ഇനി ലോകത്തിലില്ല. പക്ഷേ
ഞാൻ സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് അനേക വർഷങ്ങളായി. അത് പറയുക. അത് കഴിഞ്ഞ് അയാൾ പറഞ്ഞ വാചകം, സ്വസ്ഥമായി ഞാൻ ഒരു നേരം ഭക്ഷണം കഴിച്ച വർഷങ്ങളെ മറന്നുപോയി. ലാസ്റ്റ് ഒറ്റ വാചകം കൂടെ പറഞ്ഞുകൊണ്ട് അയാളുടെ ലേഖനം അവസാനിപ്പിക്കുക, അയാളെക്കുറിച്ചുള്ള സംഭവം അവസാനിപ്പിക്കുക. അവസാനത്തെ വാചകം ഇതാണ്: പണ്ടത്തേതുപോലെ ഒരു തൊഴിലാളിയായി വീണ്ടും ജീവിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നേനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കിയിരിക്കുക. ഒരു തൊഴിലാളിയായി വീണ്ടും എനിക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നേനെ. എന്താണ് സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കുന്നത്? അയാൾക്ക് മനസ്സിലായി പണം അയാളുടെ ഭാരം വർദ്ധിപ്പിച്ചുവെന്ന്. പണം മനുഷ്യന്റെ ഭാരം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. പണം കൂടുന്തോറും ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ മനസ്സകന്നുകൊണ്ടേയിരിക്കും. കാരണം യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരുവന്റെ നിക്ഷേപം എവിടെയായിരിക്കും അവിടെ ഇരിക്കും അവന്റെ ഹൃദയമെന്ന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ധനവാൻ സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ദുഷ്കരമാണെന്ന് അവൻ പറഞ്ഞെങ്കിൽ അത് നിറച്ച് അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ ധ്യാനത്തിന്റെ ആരംഭത്തിൽ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിച്ചോണം, കർത്താവേ ഇപ്പൊ എനിക്കുള്ള ശമ്പളം ഒട്ടും കൂടരുത്. എന്നും പ്രാർത്ഥിച്ചോണം, കർത്താവേ എന്നെ ധനവാനാക്കരുത്, എന്റെ ശമ്പളം വർദ്ധിക്കരുത്, എനിക്ക് മിച്ചസമ്പാദ്യം ഒന്നും വേണ്ട, കഷ്ടിച്ച് ജീവിക്കാനുള്ളത് എനിക്ക് തരാവുള്ളേ. എങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാകും മക്കളെ, ദൈവാനുഭവം ഉണ്ടാകും. കഷ്ടിച്ച് ജീവിക്കാനുള്ള മാർഗമേ ആകാവൂ. സമ്പാദ്യം കൂടിപ്പോയാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കിയിരിക്കെ. അപ്പോൾ ഈ വസ്തുക്കൾക്കൊന്നിനും, ലഹരിക്കോ പ്രതാപത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ലൈംഗിക ബന്ധങ്ങൾക്കോ ജഡികതയ്ക്കോ ഒന്നിനും മനുഷ്യന്റെ മനസ്സിലെ ഭാരം നീക്കാൻ സാധ്യമല്ല, വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. ഇനി ഏതെങ്കിലും വ്യക്തികൾക്ക് മനുഷ്യന്റെ മനസ്സിലെ ഭാരം മാറ്റാൻ സാധിക്കുമോ? ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ മതസ്ഥാപനെ കൊണ്ടും പറയാൻ പറ്റിയിട്ടില്ല. ഹൃദയഭാരമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ആശ്വസിപ്പിക്കാം. എന്തുമാത്രം മതങ്ങൾ ഈ ലോകത്തിലുണ്ട്, നമ്മുടെ ഭാരതത്തിൽ എന്തുമാത്രം മതങ്ങളുണ്ട്. പക്ഷെ ഒരൊറ്റ മതസ്ഥാപനെ കൊണ്ടും ഇത് മാത്രം പറയാൻ പറ്റിയിട്ടില്ല. ഹൃദയഭാരമുള്ളവരുണ്ടെങ്കിൽ ഞാൻ സമാധാനം തരികയും ഞാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യാം. ലോകത്തിന്റെ ചരിത്രത്തിൽ അത് അവകാശപ്പെട്ട ഒരേ ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. നസ്രയനായ യേശുക്രിസ്തുവിന് മാത്രമേ പറയാൻ സാധിച്ചിട്ടുള്ളൂ, ലോകം തരാത്ത സമാധാനം ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും പറയാൻ സാധിച്ചിട്ടില്ല. ഒരു മതസ്ഥാപനം കുറ്റപ്പെടുത്തണ്ട, ഒരുവനെ കൊണ്ടും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരും പറയാനും പോയില്ല. മറ്റൊരുവനെ കൊണ്ടും അത് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആരും അത് പറയാൻ പോയില്ല. അവൻ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനാണ് വെളിച്ചം, ഞാനാണ് പിതാവിലേക്കുള്ള വഴി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ അവൻ ഇപ്രകാരം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ സത്യം ഗ്രഹിക്കുകയാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന പരിഹാര മാർഗം. എന്റെ കർത്താവിന്റെ മുൻപിൽ എനിക്കെന്തിനും പരിഹാരമുണ്ട്. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരമുണ്ട് എന്ന സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നീ എല്ലാ വിഭ്രാന്തിയിൽ നിന്നും വിമോചിതനായിരിക്കും. അതാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സമ്യക് വിചാരത സിദ്ധ രചിതത്വ അവധാരണ പ്രാന്തിയോദിത മഹാസർപ്പ ഭവദുഃഖ വിനാശിനി. അതായത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സത്യം ഗ്രഹിക്കാഴിയാണ്, മനസ്സിലാക്കാഴിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. കുറെ നാളുകൾക്ക് മുമ്പ് കുറവലങ്ങാട് കോളേജിലെ അധ്യാപകർക്കും അവിടെ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. 6 ദിവസത്തെ ധ്യാനമാണ്. തിങ്കളാഴ്ച രാവിലെ തുടങ്ങി ശനിയാഴ്ച വരെയാണ്. ഈ ധ്യാനത്തിന്റെ ഇടയ്ക്ക് വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി കത്തീഡ്രൽ വെച്ച് എന്റെ അങ്കിളിന്റെ ഇളയ മകളുടെ കല്യാണം. അപ്പന്റെ അമ്മയുടെ കുടുംബത്തിൽ കത്തനാരായിട്ട് ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ എല്ലാം കല്യാണത്തിനും ശവോടക്കിനും മാമോദിശയ്ക്കും എല്ലാം പോകണം. പോയില്ലെങ്കിൽ ഭയങ്കര കംപ്ലൈന്റും. ഞാൻ അങ്കിളിനോട് പറഞ്ഞു, ഞങ്ങള് 20 വർഷമായി ഞാൻ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ധ്യാനപരിപാടി ക്യാൻസൽ വെച്ചാൽ ഇന്ന് ഈ നങ്ങടി ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഉടനെ അങ്കിൾ പറഞ്ഞു, എടാ ഒരു മകൻ ഒരു അച്ഛനായി എനിക്കുണ്ടായിട്ട് എന്റെ മകളെ കിട്ടിക്കാൻ ഞാനോട് വേറെ അച്ഛനെ കടമെടുക്കണമോ? എനിക്ക് എന്റെ അവകാശമില്ലായോ? നീ എന്നതാ ഈ പറയുന്നത്? ഏതായാലും കൊള്ളാം, ഞങ്ങൾ അവസാനം ഒരു രമ്യതയിലെത്തി. സമയമാകുമ്പോൾ ഒരു ടാക്സിക്കാരന് വന്ന് കല്യാണം ആശീർവദിച്ച് ഞാൻ പൊക്കോളാവുന്നു, കുർബാനയ്ക്ക് അങ്കിൾ വേറെ അച്ഛനെ അറേഞ്ച് ചെയ്തോളാം ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ
11:45 വരെ ടോക്ക് കൊടുത്തേച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ടോക്ക് കൊടുക്കുന്നത് വരെ കുമ്പസാരവും പ്രാർത്ഥനയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തേച്ച് കുറവണിങ്ങാട് കോളേജിൽ ഒരു പ്രൊഫസറുടെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് ഞാൻ ഒരു തീയുണ്ണ പുറകെ വെച്ചോണ്ട് ചങ്ങനാശ്ശേരി കത്തീഡ്രലിലേക്ക് പോകുക ആശീർവദിക്കാൻ. അപ്പോൾ 1 മണിക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത്. കാരണം അവിടെ ഈ ഉച്ചവരെ ഏതോ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണവുമാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് 12 മണിയായ 11:45 വിട്ടു. ഏതാണ്ട് 12-12:15 കാരിത്താസ് ആശുപത്രിയുടെ ജംഗ്ഷന്റെ അവിടുന്ന് 2 കിലോമീറ്ററൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ വണ്ടി ബ്രേക്ക് ഡൌൺ ആയിപ്പോയി. വണ്ടി ഒന്ന് നിന്നുപോയി. എന്നാ ചെയ്യാൻ? സ്വന്തം വണ്ടിയാണെങ്കിൽ ഇട്ടേച്ച് പോകാമെന്ന് വിചാരിക്കാം. വല്ലവന്റെയും വണ്ടി ഇട്ടേച്ച് പോകാവോ? അതും വേല. 10-20 വർഷമായി വണ്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. കാരണം ഈ മോട്ടോർ സൈക്കിളിന്റെ ഏത് പ്രശ്നം വന്നാലും എനിക്കറിയാം. ഞാൻ കുത്തിയിരുന്ന് കുറെ പണിത് നോക്കി. വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചോണ്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അരമണിക്കൂറോളം പയറ്റി. അവസാനം ഞാൻ അതിന്റെ സൈഡിലത്തെ ബാഗിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് ഈ ഉടുപ്പൂരി വേർത്താകെ കുളിച്ചു. ഉടുപ്പൂരി ഞാൻ പുറത്ത് ഒരു സൈഡിലെ ഒരു കരിങ്കല്ലിലോട്ട് ഇട്ടേച്ച് ഈ ഷർട്ട് വിട്ടുകൊണ്ടിരുന്ന് പണിയാണ്. ഒരു 3/4 മണിക്കൂർ ഇരുന്ന് വേർത്ത് കുളിച്ച് വണ്ടി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് മടുത്തു. ഞങ്ങൾ മത്തങ്ങാൻ പോയെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാകുകയല്ല. ഞാൻ അടുത്ത കടയിൽ കയറി ഫോൺ വിളിച്ച് അങ്കിളിനോട് പറഞ്ഞു, ഞങ്ങളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോ വരാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ വിചാരിച്ചോട് കല്യാണം കെട്ടിക്കാൻ പറ, അല്ലെങ്കിൽ കുർബാന തുടങ്ങിക്കോ. ഞാൻ പുറകെ വന്ന് കുർബാനയുടെ അവസാനം കല്യാണം ആശ്രയിച്ചേക്കാം. ഏതായാലും കൊള്ളാം, അങ്കിൾ പെട്ടെന്ന് നീ എങ്ങനെയെങ്കിലും എത്രയും വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞു ഫോണങ്ങ് വെച്ചു. ഞാൻ ഈ പിയൂണ്ടയിലേക്ക് ഒരു 100 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ വേഗം കോട്ടയത്ത് പോയിട്ട് ഒരു മെക്കാനിക്കിനെ വേഗം ഒരു വണ്ടി വിളിച്ച് വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ടാക്സി എടുത്ത് വേഗം പൊക്കോളാൻ പറഞ്ഞു. വേഗം ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അന്നേരത്തേക്കിന് ഏകദേശം മണിക്കൂർ 1 ആയി. ഈ വഴിയിൽ വണ്ടി കടന്നു പോയാൽ സഹിക്കാം. എന്റെ പൊന്നെ, ഈ നാട്ടുകാർ വന്നുവെച്ചൊരു നോക്കി നിപ്പുണ്ട്, അതാ സഹിക്കാം. അന്നേരം നമുക്കുണ്ടാകുന്ന ആ മഞ്ഞളിപ്പൊന്നും പറയണ്ട. നമ്മൾ ഈ കാഴ്ചബംഗ്ലാവിലെ സിംഹത്തെ പോലെ ആയിപ്പോ പാടെ. അങ്ങനെ ആകെ വഷളായി വിഷമിച്ച് നിൽക്കുക. വേർത്ത് ഇതിന്റെ എണ്ണയും കരിയും ഓയിലും എല്ലാം പറ്റി ആകെ അങ്ങോട്ട് വേർത്ത് കുളിച്ചൊരു പരുവായി. 1 മണിക്കൂർ കിടന്ന് അടിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്ത വണ്ടിക്ക് ഒരു അനക്കവും ഇല്ല. അവിടുത്തെ കഴിയുമ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുവന്നു. മെക്കാനിക്ക് വണ്ടി ഒന്ന് ഇറങ്ങി വെച്ചു. സാറേ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറല്ല, അച്ഛനാണ് ഉടുപ്പിലെ കിടക്കും എന്ന് പറഞ്ഞു. സാരമില്ല, എന്നാ പറ്റി അച്ഛാ? എന്റെ പൊന്ന് ചേട്ടാ, എന്റെ പൊന്ന് സഹോദരൻ, എനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഇതേ കണ്ടോ വേർത്ത് കുളിച്ചൊരു പരുവായി. 1 മണിക്കൂറായി, ഇതിന് യാതൊരു അനക്കവും ഇല്ലെന്ന് പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വന്നേച്ചേ കുത്തിയിരുന്നു. ആ വണ്ടിയുടെ അടുത്ത് കുത്തിയിരുന്നിട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരുന്നുണ്ട്. ആ മൊത്തം ഒന്ന് നോക്കി, വണ്ടിയല്ല, അവൻ മൊത്തം ഒന്ന് നോക്കി. എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് അവൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഈ സ്ക്രൂ ഡ്രൈവർ, പല രീതിയിലുള്ള സ്ക്രൂ ഡ്രൈവർ ചുരുട്ടി വെച്ചിരുന്ന ഒരു ചെറിയ റോൾ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് അതിങ്ങോട്ട് തുറന്നു വെച്ച് അവനെ ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ വണ്ടിയുടെ എവിടെയോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു. ഒറ്റയടി വണ്ടി സ്റ്റാർട്ടായി. എനിക്ക് വന്ന അരിശമൊന്നും പറയാം. 1 മണിക്കൂർ പോകുന്ന കഥറായി കിടന്ന് നോക്കിയിട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ മെക്കാനിക് വന്ന് കണയം തന്നു വെച്ചു, വണ്ടി സ്റ്റാർട്ടായി. എന്റെ സഹോദരങ്ങളെ, ഒരു സത്യം ഈ സംഭവം എന്നെ പഠിപ്പിച്ചു. 1 മണിക്കൂർ കിടന്ന് പൈറ്റി വയർത്ത് പരമാവധി നോക്കിയിട്ട് ആ വണ്ടി ഒന്ന് വെച്ചു, ഒറ്റയടി വണ്ടി സ്റ്റാർട്ടായി. ഇതുപോലെ മനുഷ്യന്റെ ജീവിതമാകുന്ന ഈ വാഹനം തകർന്ന് തരിപ്പണമായി ഇനി ഇത് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. രോഗം കൊണ്ടോ സാമ്പത്തിക ക്ലേശം കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ തകർന്ന ബന്ധം കൊണ്ടോ ആകാം, മക്കളില്ലാത്തതിന്റെ പേരിലാകാം, എന്തിനെങ്കിലും പേരിലായിക്കോട്ടെ, ഇനി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇതിന് സ്റ്റാർട്ടാക്കാൻ നിവൃത്തിയില്ല. ഈ ജീവിതം കൊണ്ടുപോയി ഒരുമാട് കയറെ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം, ഇരട്ടിക്കൊണ്ടേ ഇട്ടേക്കാം, ഒരു നുള്ളി വിഷത്തിലോ അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഓർത്തോണം. എങ്ങനെയെങ്കിലും ഇത് സമയം കിട്ടുന്ന നേരം നോക്കി ഇത് ഉരുട്ടി എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കൊണ്ടുവരാവും. ഇവിടെ ഒരു മെക്കാനിക് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു മെക്കാനിക് ഇരിപ്പുണ്ട്. പുള്ളി കണയം നിന്ന് വെക്കും, ഒറ്റയടിക്കൽ സ്റ്റാർട്ടായിരിക്കും. ആ സത്യം മറക്കണം, ആ സത്യം ഓർത്തോണം. ജീവൻ കൊടുത്ത ഒരു മനുഷ്യന്, ഒരു വണ്ടി ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ അതിന്റെ ഒരു നട്ടോ ബോൾട്ടോ പോയാൽ മാറുക എന്ന് പറഞ്ഞ ഒരു തമാശയല്ലേ ഉള്ളൂ. വണ്ടിയുടെ പണി അറിയാൻ മേലാത്തവന് അത് ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ്. വണ്ടി ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് ഒരു നട്ടോ ബോൾട്ടോ പോയാൽ മാറുക എന്ന് പറഞ്ഞ എഞ്ചിന് വേറെ എന്ന് പറഞ്ഞാൽ അവനൊരു തമാശയുള്ളൂ. ഈ പല നിമിഷം കൊണ്ട് അവനത് മാറിയിട്ട് തരും. കണ്ണും കണ്ണും കാതും മറ്റേ എല്ലും പല്ലും ദശയും വികാരവും ചങ്കും മത്തങ്ങായും കരളും ആത്മാവും ശരീരവും എല്ലാം കൊടുത്തൊരു മനുഷ്യനെ സൃഷ്ടിക്കാമെങ്കിൽ അവന്റെ ഒരു കേടുപാട് നീക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ലെന്ന് അങ്ങനെ സങ്കല്പിച്ചെങ്കിൽ നിങ്ങൾക്കും എനിക്കും തെറ്റുപറ്റിപ്പോയി. എന്ത് പ്രശ്നം വന്നാലും ശരി അവന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരാമോ? എല്ലാ പ്രശ്നത്തിനും അവിടെ പരിഹാരമുണ്ട്. ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത്.